എണിക്കാൻ പാടുന്നു. ശുഭ എവിടെ പോയി? ഒന്ന് ചിരിച്ചോളൂ, ഒന്ന് ചിരിച്ചോളൂ. കുറേ നേരം പോവാ, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഒന്നും ചിരിച്ചേ. ചിരിച്ചായിട്ട് വ്യാഴാഴ്ച തൊട്ട് ചിരിക്കാം. ഓക്കെ, അങ്ങനെ അഞ്ച് വെച്ചോണ്ട് ആൻറ്റി പിന്നെ എപ്പോഴും ചിരിക്കും. ആൻറ്റി കൊണ്ട് നോക്കി. ഓമന അങ്ങ് പോയിരിക്കുകയാണ്. നല്ല അനുസരണയാണ് അല്ലേ? തന്നോടൊരു പ്രിയണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ കൊള്ളത് കൊടുത്തു. മാസം ഒരു 10-ാം തീയതി ഒക്കെ ആയപ്പോ പിന്നെ ഇയാളെ കയ്യിലൊന്നുമില്ല. അപ്പൊ പിന്നെ ചോദിക്കലോ തുടങ്ങി, ഒരു 100 200 അപ്പൊ അങ്ങനെ എന്തിനാ നമ്മള് എന്താ അതിന്റെ ആവശ്യം? പിന്നെ കണക്ക് ഇവിടുന്ന് അങ്ങനെ ബോധിപ്പിക്കേണ്ട സ്ഥിതി ശേഷമായി. ആലോചിച്ച് നോക്കും, ആദ്യം തന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പുരുഷന്മാരുണ്ട്. അങ്ങനെയുള്ളൊരു പുരുഷനാണ് ഉത്താരപാദൻ. ഉത്താരപാദന്റെ അർത്ഥം തന്നെ എന്താ അറിയോ? കാലുറയ്ക്കാത്തവെന്നാണ്. ഒരു കാലം എപ്പോഴും പൊന്തിച്ചിട്ട് നിൽക്കുന്നു. രണ്ട് കാലം ഭൂമിയിൽ ഒരുപോലെ നിൽക്കില്ല. ഒരാൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഉത്താരപാദന്മാരാണെങ്കിൽ അപ്പെടുത്ത് വയ്ക്കും ഈ കാലം അതിന്റെ മുകളിൽ ഒരു കാലം. അങ്ങനെ കഥയിലേക്ക് ഇരിക്കുകയാണോ അപ്പൊ കാലുമ്പോ കാലി വെച്ചിരിക്കും. അറിയിപ്പിക്കും. സ്വന്തം കാര്യം തീരുമാനിക്കാൻ കെട്ടില്ലാത്തവരെയാണ്. ഒരു പ്രത്യേക തീരുമാനം പെട്ടെന്ന് ഉറച്ചു അപ്പോഴേക്കും സ്തുതിപാഠ കുടുംബത്തെ പിന്നാലെ കൂട്ടുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ മനസ്സിലാക്കാനാ പ്രതിനിധിത്വം ഭാഗവതത്തിൽ വെച്ചത്. ഋതു എന്താ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ സ്തുതിക്കുന്നത്? നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ താല്പര്യ നിർണയത്തിനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ പിന്നെ നിങ്ങൾ എന്നെ എന്തിനു സ്തുതിക്കണം? അങ്ങനെ ആ സ്തുതിയെ വിലക്കി സ്തുതിക്കരുതെന്ന് സ്തുതിയെ വിലക്കിയുള്ളൂ, സ്തുതിക്കേണ്ടെന്ന് പറഞ്ഞില്ല.
അപ്പോൾ എന്തായി? ഇപ്രകാരമുള്ള രാജാവിന്റെ വാക്ക് കേട്ട് മുനിമാരുടെ പ്രോത്സാഹനത്താൽ സൂതാദികൾ എന്തായി തീർന്നു? അവരുടെ സ്തുതിയൊക്കെ ഭാവി കാലത്തിലേക്ക് വരും. ഇദ്ദേഹം ഭഗവാന്റെ അംശാവതാരമാണ്. ഇദ്ദേഹം വേനൻ ഉണ്ടാക്കി വെച്ച ദോഷങ്ങളെയൊക്കെ തീർപ്പ് കൽപ്പിക്കും. ഇന്ദ്രനോട് തുല്യനാകും. ഭൂമിയെ കറന്നെടുക്കും. ഭൂമിയിൽ വേണ്ട വിധത്തിലുള്ള സൗകുമാര്യങ്ങളും അഭിവൃദ്ധിയും നടത്തും. യജ്ഞങ്ങൾ ചെയ്യും. ദുർജനങ്ങളെ ശിക്ഷിക്കും. കീർത്തി സമ്പാദിക്കും. സന്യാസിവര്യന്മാരെയും ഋഷീശ്വരന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ പൂജിക്കുന്നവനായിത്തീരും. അതുപോലെ തന്നെ വിഷ്ണു ഭക്തനായിത്തീരും. വിഷ്ണു ക്ഷേത്രങ്ങളും യജ്ഞങ്ങളൊക്കെ അനവധി ഈ രാജാവ് നടത്തും എന്ന രൂപത്തില് ഭാവി കാലത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. പിന്നീട് നാം പറയുന്നത്, രാജാവ് സൂതാദികളുടെ അഭിലാഷ പശുവിന് ഭഗവാനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഗോശബ്ദത്തിന് ഭൂമി എന്നൊരർത്ഥവും കൂടി ഉണ്ട്. അതാണ് ഭൂമിയെ ഈ പശുവിന്റെ രൂപത്തിൽ എപ്പോഴും പുരാണങ്ങളിൽ ചിത്രീകരിക്കുന്നത്. ക്ഷീരമയങ്ങളായ എല്ലാ കാമങ്ങളെയും ഞാൻ തന്നുകൊള്ളാമെന്ന് ഭൂമിദേവി ഭഗവാനെന്ന് പറഞ്ഞു. ഇപ്പോൾ ഭൂമിദേവി പാല് മാത്രം ചുരത്തുന്ന ഒരു പശുവായിട്ടല്ല ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നത്. മറിച്ചോ ആവശ്യക്കാർക്ക് ആവശ്യമായതൊക്കെ ചുരത്തി കൊടുക്കുന്ന ഒരു കറവപ്പശുവായിട്ട്, അല്ല ഒരു പശുവായിട്ട് മാത്രമല്ല, പിന്നെയോ ഇതൊക്കെ ചുരത്തി കൊടുക്കുന്ന, ഭൂമിയിലുള്ളവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ ചുരത്തി കൊടുക്കുന്ന പശുവായിട്ടാണ് ഇപ്പോഴുള്ള നൃത്തം. സ്വയംഭൂവനുവിനെ കുട്ടിയായിട്ട് ഭൂമിദേവി ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഉത്തമരായിട്ടുള്ള കുട്ടികളെ വെച്ച് എന്നെ കറന്നെടുത്തോളൂ. ഇതാണ് ഭഗവാനോട് പറഞ്ഞത്. അപ്പൊ സ്വയംഭൂവനുവിനെ കുട്ടിയാക്കി കൽപ്പിച്ചുകൊണ്ട് പ്രകൃതി ചക്രവർത്തി ഓഷധി ഗുണങ്ങളടങ്ങുന്ന ഔഷധങ്ങളെ കറന്നെടുക്കും. ദേവന്മാരെ ഇന്ദ്രനെ കുട്ടിയാക്കി കൽപ്പിച്ച് സോമരസം കറന്നെടുക്കും. അസുരന്മാർക്ക് വേണ്ടത് മദ്യമായിരുന്നു. അവർ പ്രഹ്ലാദനെ കുട്ടിയാക്കിക്കൊണ്ട് ആ മദ്യത്തെ കറന്നെടുത്തു. ഋഷിമാർക്ക് വേണ്ടിയിരുന്നത് ചന്തോമയമായിട്ടുള്ള വിശുദ്ധമായ വിശുദ്ധ ശീലം ആയിരുന്നു അവർക്ക് വേണ്ടത്. അതുകൊണ്ട് അവരുടെ കുട്ടിയായിട്ട് ചെന്നത് ബൃഹസ്പതിയാണ്. ബൃഹസ്പതിയെ കുട്ടിയാക്കിക്കൊണ്ട് ഋഷിമാരെ അവർക്ക് വേണ്ടത് കറന്നെടുക്കും. ഇങ്ങനെ ആർക്കും ഏത് വസ്തുവും കറന്നെടുക്കാമായിരുന്നു. തൽക്കാലം എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറും. എന്താ ഇതിനൊക്കെ കാരണം? വേനൻ സൽക്കർമ്മങ്ങളൊക്കെ നിരോധിച്ചിരുന്നു. ജീവിച്ച് ഭരിക്കുന്നവരാരാണോ അവരാണ് രാജാവ്. അങ്ങനെ ഒരു യഥാർത്ഥ രാജാവിന്റെ കർമ്മങ്ങളൊക്കെ പൃഥു ചക്രവർത്തി നടത്തി. പിന്നീട് അദ്ദേഹം സത്കർമ്മങ്ങൾ പുനരാരംഭിച്ചു. 99 അശ്വമേധ യജ്ഞങ്ങള് പൃഥു ചക്രവർത്തി നടത്തി. യഥാർത്ഥത്തിൽ തികഞ്ഞ ഭക്തൻ ആരോടും ഒരിക്കലും കോപിക്കരുത്. യക്ഷന്മാരോട് ദേഷ്യപ്പെട്ട അവരെ കൊല്ലാൻ ഒരുങ്ങിയ ധ്രുവന്റെ കഥ നമ്മൾ മുമ്പ് പറഞ്ഞു. മനു വന്ന് ഉപദേശിച്ചപ്പോൾ ധ്രുവൻ പെട്ടെന്ന് ധ്രുവന്റെ ദേഷ്യമൊക്കെ മാറി ധ്രുവനായ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. അതുപോലെ ഇവിടെ ബ്രഹ്മാവ് വന്ന് ഉപദേശിച്ചപ്പോൾ ആ 100 യജ്ഞം നടത്തണമെന്നുള്ള വാശിയല്ല, തന്റെ ബോധം ആര് വിട്ടു? പൃഥു ചക്രവർത്തി വിട്ടു. അപ്പോൾ ഇങ്ങോട്ട് ദ്രോഹിച്ച് ഇന്ദ്രനെ സഖാവായി കരുതി. ഈ മനോനൈർമല്യമാണ് ഭഗവാനെ പ്രസാദിപ്പിച്ചത്. ഭഗവാൻ ഇത് വളരെ ഇഷ്ടമായി. മേലിൽ ആരോടും ദേഷ്യം തോന്നരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ വാക്ക്. അങ്ങനെ സനകാദികളും ഭഗവാനും എവിടെ ആ യജ്ഞശാലയിൽ വന്ന് ആർക്ക്? പൃഥു ചക്രവർത്തിക്ക് അനുഗ്രഹത്തെ നൽകി. അത് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കാത്തിരിക്കുന്നത്, അല്ലേ? എന്നാ അവര് പറയുന്നുമില്ല. പക്ഷേ ഈ കുട്ടികൾ ചാടി പുറപ്പെട്ടില്ല. കുട്ടികൾ പറഞ്ഞു, അച്ചാവണം നിൽക്കട്ടെ. വിവാഹം എന്ന് പറഞ്ഞാൽ കുട്ടികളിയല്ല. ആ വിവാഹം കഴിക്കാൻ കിട്ടുന്ന കുട്ടി ഉത്തമയായിരുന്നില്ലെങ്കിൽ കുടുംബം ആകെ താറുമാറാവും. അതുകൊണ്ട് ഉത്തമയായിട്ടുള്ള കുട്ടിയെ കിട്ടണമെങ്കിൽ, ഒരു കന്യകയെ കിട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ഞങ്ങൾ ഭഗവാനെ പഠിച്ചു വരാം എന്ന് പറഞ്ഞ് ഉണ്ണികൾ അവിടുന്ന് അങ്ങോട്ട് യാത്രയായി. അവർ പശ്ചിമാബ്ദി തീരത്തെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ പോവാ. പശ്ചിമാബ്ദിയുടെ തീരത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ രുദ്രഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. രുദ്രഭഗവാൻ അവരിലുള്ള ഏകത്വ ഭാവം വളരെ ഇഷ്ടമായി. രുദ്രഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പോകുന്നത് എന്നുള്ളതൊക്കെ എനിക്കറിയാം, വിഷ്ണു ഭജനത്തിനായിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു മഹാമന്ത്രത്തെ ഉപദേശിച്ചു തരാം. വിഷ്ണുവിനെ ആരാണോ ഭജിക്കുന്നത് അവർക്ക് സർവാഭിഷ്ട സിദ്ധി ഉണ്ടാവും.
അതുപോലെ തന്നെ വിഷ്ണുവിനെ ഭജിക്കുന്ന ഭക്തരെ എനിക്കും വളരെ താല്പര്യമാണ്. കാരണം വിഷ്ണുവിന്റെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഹൃദയത്തിൽ വിഷ്ണു വസിക്കുന്നു. ഞങ്ങൾ രണ്ടും രണ്ടല്ല ഒന്നാണ്. വൃക്ഷങ്ങൾ നോക്കി വളർത്തുന്ന പ്രമോജ എന്ന അപ്സരസിന്റെ പുത്രിയായിട്ടുള്ള മാനുഷയെ പ്രജേതസ്സുകൾക്ക് നൽകുകയും ചെയ്തു. ആ മാനുഷയിൽ പിന്നീട് ഇന്ന് കണ്ട ദക്ഷന്റെ പുനർജന്മം ഉണ്ടാവുന്നു. പ്രജേതസ് ദക്ഷൻ എന്ന നാമധേയത്തിൽ. ഈ കഥ നാളെ പറയുക. അതുകൊണ്ട് പോകണം. എന്താ കാരണം പ്രജേതസ്സുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ തന്നെ അറിഞ്ഞോട്ടെ വിചാരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുനഞ്ചലോമാഖ്യാനത്തിലേക്ക് വളർത്തുന്ന വൃക്ഷങ്ങൾ നോക്കി വളർത്തുന്ന പ്രമോജ എന്ന അപ്സരസിന്റെ പുത്രിയായിട്ടുള്ള മാനുഷയെ പ്രജേതസ്സുകൾക്ക് നൽകുകയും ചെയ്തു. ആ മാനുഷയിൽ പിന്നീട് ഇന്ന് കണ്ട ദക്ഷന്റെ പുനർജന്മം ഉണ്ടാവുന്നു. പ്രജേതസ് ദക്ഷൻ എന്ന നാമധേയത്തിൽ. ഈ കഥ നാളെ പറയുക. അതുകൊണ്ട് പോകണം. എന്താ കാരണം പ്രജേതസ്സുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ തന്നെ അറിഞ്ഞോട്ടെ വിചാരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുനഞ്ചലോമാഖ്യാനത്തിലേക്ക്. അപ്പൊ എന്തിനാ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയില്ല എന്നാണ് ചോദിച്ചാൽ. അപ്പൊ അത് അറിയണമെങ്കിൽ ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം അറിയാം അപ്പൊ എന്തിനായിരുന്നു തിന്നുന്നത് അല്ലേ? അപ്പൊ അതല്ല അത് ചോദിക്കും. ഇനി ആ ചോദ്യത്തിന് പിന്നാലെ മറുചോദ്യങ്ങളും വരും. അതിപ്പോ എന്തിനാ, അത് എങ്ങനെ, അത് എന്തുകൊണ്ടാ, എത്ര ചോദ്യങ്ങളായി. അങ്ങനെയാണ് ഇവിടെ ചോദ്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഉത്തരം വേഗം കിട്ടി. എന്താ ഉത്തരം കിട്ടിയത്? നാരദരെ തൊട്ട് പ്രാചീന വർഗീസ് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച വളരെ ഭീകരായി. ഈ യാഗത്തിന്റെ അവസാനത്തില് പണ്ട് മൃഗബലിയുണ്ട്. ആ മൃഗബലി ചെയ്ത മൃഗങ്ങളൊക്കെ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്ന് കരാള ദ്രംഷ്ടകളോട് കൂടിയിട്ട് ആരെ നോക്കുകയാണ്? പ്രാചീന വർഗീസിനെ. എന്താ പറയുന്നത്? അത്ര പ്രാചീന വർഗീസിന് തോന്നുന്നു, നീ ഒരു വാ, നിനക്ക് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, നീയാണ് ഞങ്ങളുടെ കഴുത്തില് കത്തി വെച്ചത്. കത്തി വെപ്പിക്കുന്നവരൊക്കെ നോക്കിക്കോളും. വിരുന്നാര് വന്ന അപ്പ വിളിച്ചു CHICKEN വരട്ടെ 4 കിലോ അല്ലേ? ചിലവർക്ക് അതുപോലെ BEF വേണം, ചിലവർക്ക് MUTTOM വേണം. അങ്ങനെ പച്ച മലയാളത്തിലാണ് പറയാൻ വെച്ചിട്ടാ. ഇതൊക്കെ കരുത്ത് മുറിച്ചിട്ട് വരുന്ന സാധനമാണ്. അവരെയൊക്കെ നോക്കിയിട്ട് ഇന്നെ തൊട്ട് നോക്കിയാൽ അപ്പൊ നിങ്ങൾക്കും കാണാം. ഞാൻ 4000 ചമ്പലത്തിൽ ഇന്നെ തൊട്ട് നോക്കിയാൽ ഇന്ന് ഞാൻ എല്ലാവരും കൂടി പിന്നെ തൊടാൻ പറ്റും. ആരെ കാണാം? നമ്മൾ ഇതുവരെ അർത്ഥം മുറിച്ച് വയറ്റിലാക്കിയ സാധനങ്ങളൊക്കെ മുകളിൽ നിന്നിട്ട് കൊഞ്ഞനെ കാട്ടുണ്ടോ? ഈ പോരുമ്പിലൊക്കെ തോന്നിട്ടേ ഇനി അവിടെ ചെന്നാല് അതിനും അങ്ങനെ ഒരു നരകണ്ട്. മഹാരവലോ അവിടെ ചെന്നാൽ എന്താ ചോദിക്കുക, ഇവൻ എങ്ങനെയാണ് മത്സ്യമാംസാദികൾ കഴിച്ചത്? അപ്പൊ ചിത്രഗുപ്ത കണക്ക് പുസ്തകം പറയും, ഇവൻ കോഴിയുടെ മൂട്ടിൽ കൂടെ ഒരു നല്ല ഇരുമ്പ് കമ്പി അങ്ങോട്ട് കോർത്ത് അതിന് ചുട്ടിട്ട് സാധനം. എന്നൊരു കാര്യം ചെയ്യാ, അവനെ തലകീഴായി പിടിക്കുക, അവനെയും അതുപോലെ കൊടുക്കാം, മൂട്ടിൽ കൂടെ കൊടുക്കും ഇരുമ്പിന്റെ കമ്പി. ഇവിടെ മൊത്തമായി ഇത്ര വണ്ണം തന്നെ ഉണ്ടാവുള്ളൂ. ഭയങ്കര വണ്ണുള്ള സാധന. ഇന്ന് കേറുമ്പോഴുള്ള സുഖം ആലോചിച്ചോളൂ. മഹാരൗരവത്തിന് കിട്ടുന്ന ശിക്ഷ എന്നിട്ട് നോക്കി എങ്ങനെയാണ് കരയിപ്പിച്ചത്? പതുക്കെ പതുക്കെ. ഇലക്ട്രിക്കൽ താരം കൊണ്ടാണ് കരയിപ്പിച്ചത്. പണ്ട് കടലിലിട്ടിട്ടാണ് കരയിപ്പിച്ചത്. എനിക്കിതൊക്കെ അറിയൊക്കെ ചെയ്യും. കാരണം റോഡിന്റെ പക്കത്ത് മുഴുവനെ പോയി കോലപ്പം പുറത്തെ സാധനമാണ്. അതുപോലെ അപ്പൊ പറയുന്ന പതുക്കെ പതുക്കല്ലേ? അതെ. എന്നാൽ അടിയിൽ നിന്ന് കുറേശ്ശെ കടലിൽ ഇങ്ങനെ തോന്നുന്ന ഉമി നീറി പോകും പോലെ ഇങ്ങനെ നീറി പോകും. നാളെ പഞ്ചമസ്കന്ധത്തിൽ നരകവർണ്ണന പറയുമ്പോൾ പറ്റുന്നതൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വല്ലാതെ കോരുമ്പോ പുറത്ത സാധനം വൈദ്യുതിക്ക് ആക്കാൻ നിൽക്കണ്ട. പിന്നെന്താ, ഇതേപോലെ കോലുമ്പോ പുറത്തിട്ട് ചെത്തി അരിഞ്ഞെടുത്തിട്ടാത്ര ചിലവര് കഴിക്കുന്നത്. ചെത്തി അരിഞ്ഞെടുക്കുന്ന ഒരു സാധനം. അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ പുറത്ത് വട്ടത്തിലും നീളത്തിലൊക്കെ വെച്ചിട്ടുണ്ടോ? എന്നിട്ട് ചെന്ന് ഓർഡർ ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ കഷ്ടം വെട്ടി അത് ഈ കേബേജ് നോക്കിയ മാതിരി കഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് അത് ഇരുന്ന് കഴിക്കുക. അതിനൊരു പേരൊക്കെ ഉണ്ട്. അതുപോലെ നുറുക്കുത്തരാണ്. ഇങ്ങനെ നുറുക്കിയ സാധനങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അപ്പൊ ഇതെന്താ കാര്യം എന്ന് വെച്ചു. അതിന് കാര്യമുണ്ട്. അങ്ങ് ചെയ്ത പ്രവൃത്തികളാണ് ഇതിന് കാരണം. അതിന് ഞാനൊരു വാക്യാനം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അതാ പുരഞ്ജനോ എല്ലാം മറന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, നീ ആരാണ്? നീ എങ്ങനെ ഇവിടെ എത്തി?
നിന്റെ യഥാർത്ഥ പേരെന്താണ്, നിന്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്? അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഇതൊന്നും അങ്ങ് അറിയേണ്ട കാര്യങ്ങൾ അല്ല. ഞാൻ ആരാണെന്നോ ഞാൻ എവിടെ നിന്ന് വന്നെന്നോ ഞാൻ ആരുടെ പുത്രിയാണെന്നൊന്നും അറിയണ്ട. അങ്ങക്ക് അറിയാനുള്ളത് എന്താ? അങ്ങ് ഇതുവരെ അനുഭവിക്കാത്ത സ്ത്രീ സുഖം, അത് അനുഭവിക്കണമെങ്കിൽ എൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീയിൽ ആസക്തനായ പുരഞ്ജനൻ എന്ത് ചെയ്തു? ആ സ്ത്രീയോടൊപ്പം അവിടെ യാത്രയായി. രാജാവ് അഗ്നി സമേതനായിട്ട് നാനാഭോഗ പരമ്പരകളിൽ സദാ മുഴുകി നൂറുകണക്കിന് പുത്രന്മാരെ ജനിപ്പിച്ചു. അത്യന്തം കാമാസക്തിയോടെ യജ്ഞങ്ങൾ ചെയ്തു. കാലത്തിന്റെ വേഗം അദ്ദേഹം അറിഞ്ഞില്ല. ആയുസ് അവസാനിക്കാറായി. അതിനെപ്പറ്റി അദ്ദേഹം ബോധവാനാണെന്ന് അറിഞ്ഞ് അതിശക്തനായിട്ടുള്ളൊരു ഗന്ധർവ രാജൻ ആ രാജ്യത്തെ ആക്രമിക്കാനെത്തി. സൈന്യബലത്തോടെ അദ്ദേഹത്തെ കയറി ആക്രമിച്ചു. പക്ഷേ രാജ്യം ആക്രമിക്കപ്പെടുമ്പോഴും എല്ലാം മറന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, നീ ആരാണ്? നീ എങ്ങനെ ഇവിടെ എത്തി? നിന്റെ യഥാർത്ഥ പേരെന്താണ്? നിന്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്? അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഇതൊന്നും അങ്ങ് അറിയേണ്ട കാര്യങ്ങൾ അല്ല. ഞാൻ ആരാണെന്നോ ഞാൻ എവിടെ നിന്ന് വന്നെന്നോ ഞാൻ ആരുടെ പുത്രിയാണെന്നൊന്നും അറിയണ്ട. അങ്ങക്ക് അറിയാനുള്ളത് എന്താ? അങ്ങ് ഇതുവരെ അനുഭവിക്കാത്ത സ്ത്രീ സുഖം, അത് അനുഭവിക്കണമെങ്കിൽ എൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീയിൽ ആസക്തനായ പുരഞ്ജനൻ എന്ത് ചെയ്തു? ആ സ്ത്രീയോടൊപ്പം അവിടെ യാത്രയായി. രാജാവ് അഗ്നി സമേതനായിട്ട് നാനാഭോഗ പരമ്പരകളിൽ സദാ മുഴുകി നൂറുകണക്കിന് പുത്രന്മാരെ ജനിപ്പിച്ചു. അത്യന്തം കാമാസക്തിയോടെ യജ്ഞങ്ങൾ ചെയ്തു. കാലത്തിന്റെ വേഗം അദ്ദേഹം അറിഞ്ഞില്ല. ആയുസ് അവസാനിക്കാറായി. അതിനെപ്പറ്റി അദ്ദേഹം ബോധവാനാണെന്ന് അറിഞ്ഞ് അതിശക്തനായിട്ടുള്ളൊരു ഗന്ധർവ രാജൻ ആ രാജ്യത്തെ ആക്രമിക്കാനെത്തി. സൈന്യബലത്തോടെ അദ്ദേഹത്തെ കയറി ആക്രമിച്ചു. പക്ഷേ രാജ്യം ആക്രമിക്കപ്പെടുമ്പോഴും മോണ്ടാന്ന് വിലക്കുന്ന കാലഘട്ടം അല്ലേ? എന്താ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞാറ്? രണ്ടാൺമക്കളുണ്ടെങ്കിൽ ഒന്നിനെ സന്യാസിയാക്കണം, ഒന്നിനെ ഗൃഹകാര്യങ്ങളിൽ മുഴുകിപ്പിക്കണം എന്നാ പറഞ്ഞു. ഇവിടെ സന്യാസ ബന്ധവുമാണ്. നമ്മുടെ മക്കള് സന്യാസിക്കാൻ പോവുകയാണ് കാരണം എന്താ ഉണ്ടാകുന്ന സ്ഥിതി? ആകെ കുഴപ്പമാവും അല്ലേ? എല്ലാ മക്കളും പോയാലും കൂട്ടാക്കൂല. അഥവാ അങ്ങനെ തോന്നലുണ്ടായാൽ വീട്ടിൽ നിന്ന് വിലക്കും വരും. പക്ഷെ അവരെയൊന്ന് പറഞ്ഞേക്കണമെന്നാ മഹാൻ സേവ. പിന്നെ പറഞ്ഞു, മഹാന്മാരെ സേവിക്കുന്നത് മോക്ഷം ലഭിക്കുന്നതിനുള്ള ദ്വാരമായിട്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈശ്വരനായിട്ടുള്ള എന്നിലുള്ള പരമമായ പ്രേമമാണ്. ഒരാളെ തന്നെ നടക്കുമ്പോഴാണ് ഭരതനെ കാണുന്നത്. ഭരതനെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ബലിരൂപത്തിൽ ബന്ധിച്ചു. അങ്ങനെ ആ ഭരതന്റെ ശിരസ് അറുക്കുവാൻ വേണ്ടിയിട്ട് ആ പുരോഹിതൻ വാങ്ങിയപ്പോൾ അവിടെ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മ തന്റെ തമോഗുണ സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് തിരുമാർദ്ധാനുനിരമയായിട്ട് ഭദ്രകാളി പ്രാദുർഭാവം നടത്തി അവരെ എല്ലാവരെയും വധിച്ച് തന്റെ ഭക്തനെ അവിടെ നിന്ന് രക്ഷിച്ചതായിട്ടുള്ള ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ പാരായണ പ്രഭാഷണ ഭാഗങ്ങൾ ഭഗവാന്റെ പാതാരങ്ങളിൽ സമർപ്പിക്കുന്നത്. ആ ഒരു അധ്യായം കൂടി പാരായണം ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നതായി മലപ്പുറ നിറയ്ക്കാനുള്ളവര് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ
ഹരേ കൃഷ്ണ. നമ്മുടെ സപ്താഹ യജ്ഞത്തിൻ്റെ 2ാം ദിവസമാണിന്ന്. എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട്, കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേങ്കിൽ ആരും ലൈക്ക് ചെയ്യാറില്ല. വളരെ കുറച്ച് ലൈക്കാണ് കിട്ടുന്നത്, 1 2 മാത്രം ലൈക്കുകളാണ്. അപ്പോൾ അറിയാത്തതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ താഴെ കാണുന്ന ആ ലൈക്ക് സിമ്പലിലൊന്ന് ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.